പെരുന്നാളും നോമ്പൊക്കെ ആകുമ്പോൾ നാട്ടിൽ നിന്ന് വിളിക്കും. പെരുന്നാളിനും നോമ്പിനൊക്കെ നാട്ടിൽ വരണേന്ന്. പക്ഷേ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ പ്രവാസികളായി കഴിഞ്ഞാൽ നോമ്പും പെരുന്നാളും ഒക്കെ നമ്മൾ പ്രവാസ ലോകത്താണ്. അല്ല ഹൗസ് ഡ്രൈവറുടെ വൽ ദിവസം എല്ലാ ചങ്ങായിമാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. പെരുന്നാളായി കഴിഞ്ഞാൽ നമുക്കൊന്നും ഉറക്കമില്ല. ഉള്ള വണ്ടികളൊക്കെ പെറുക്കി കൂട്ടി കഴുകണം. തനിച്ചിരുന്ന് 3 വണ്ടികളും കഴുകി. ആകാശം നോക്കിയപ്പോൾ മേഘാവൃതം. പടച്ചവനെ, ഇന്നിനി മഴ പെയ്യിപ്പിക്കല്ലേ റബ്ബേ. ഒന്നുകൂടി വണ്ടികളൊന്നും കഴുകാൻ വയ്യ. അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക്. ഞാനൊരു പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട്, FT ഡേയ്സ്. അതിൽ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഖത്തറിൽ അർഹതപ്പെട്ടവർക്ക് അരി കൊടുക്കലും നാട്ടിലുള്ള വൃദ്ധരായ മാതാപിതാക്കൾക്ക് ബിരിയാണി വെച്ച് കൊടുക്കലുമാണ്. സുബൈക്ക് പള്ളിയിൽ പോയി വന്ന് പെരുന്നാളിന് പോകാനുള്ള തയ്യാറെടുപ്പായി. ഞാനും വാങ്ങിച്ചു പുതിയ ഡ്രസ്സ്. വരിവരിയായി നിരനിരയായി ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. കിളികളൊക്കെ നേരത്തെ എണീച്ച് തക്ബീർ എല്ലാം തുടങ്ങി. ഇപ്രാവശ്യം യുദ്ധ സാഹചര്യം ആയതുകൊണ്ട് പുറത്തൊന്നും ഈദ്ഗാഹില്ല. ഇവിടുത്തെ ചെറിയ പള്ളിയിലാണ് ഞങ്ങൾ വന്നത്. കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച മനോഹരമായിരുന്നു. കുറേ കൊച്ചുകുട്ടികളിരുന്ന് തക്ബീർ എല്ലണം. വലിയവരത് കേട്ടിരിക്കണം. നാട്ടിലാണെങ്കിൽ എപ്പോഴേ പിള്ളേരെ ഓടിച്ചിട്ടുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരുമായി മുസാഫാത്ത് ചെയ്ത് പിരിഞ്ഞ്. ഞാനും എൻ്റെ അളിയനും ഒരേപോലത്തെ ഡ്രസ്സാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ കിടക്കണ് യൂണിഫോം ഇട്ട കുറേ സ്കൂൾ പിള്ളേർ. എന്ത് രസമല്ലേ. മഴ ചാറൽ തുടങ്ങി. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഫോട്ടോ എടുക്കൽ കുറഞ്ഞ്. ഈ പെരുന്നാൾ മഴ കൊണ്ടുപോയി. പള്ളി കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും മഴ മഴ ഓടിക്കോ മഴ മഴ. എല്ലാ വർഷവും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം റഷീദിൻ്റെ റൂമിൽ മധുരം നൽകും. അതിൻ്റെ ഭാഗമായിട്ട് നേരെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി. ഇനി ഞാൻ ചെന്നില്ലെങ്കിൽ അവന് വിഷമമായാലോ. ഞാൻ അവിടെ ചെന്ന് മെയിനായി. പുറത്തിറങ്ങിയപ്പോൾ വമ്പം ഫോട്ടോഷൂട്ട്. ദേ ഈ നിൽക്കണ കുരുന്ന് പയ്യനില്ലേ, ഇവനാണ് എല്ലാവർക്കും പോസ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവൻ എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും അല്ലേ. പിന്നെ അവിടെ കണ്ടത് വമ്പൻ ഫോട്ടോഷൂട്ട്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അരമണിക്കൂർ ഇരുന്നത് നമ്മളെ ഓട്ടം തുടങ്ങി. 7:44. എല്ലാ വീടുകളിലും കയറി ഇറങ്ങി സലാം പറയണം. വെളുപ്പിനുള്ള എൻ്റെ ദുആ പടച്ചോൻ സ്വീകരിച്ചു. അന്യായ മഴ, ഒരു രക്ഷയില്ല. എല്ലായിടവും കറങ്ങി 12 മണിക്ക് തിരിച്ചെത്തി. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗൾഫിൽ വന്നിട്ട് ജുമ മിസ്സാവുകയാണ്. ഇന്നലെ രാവിലെ 10 മണിക്ക് എണീറ്റതാണ്. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇനി ഫുഡൊന്നും കഴിക്കുന്നില്ല. എന്തായാലും ഒന്ന് ഉറങ്ങണം. ഇനി അതിൻ്റെ ഇടയിൽ വിളിക്കുമോ?